ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മോൺട്രോസ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് എലിഫൻ്റ് റോക്ക് കാണാൻ പോകുന്നതാണ്. ആ സ്ഥലത്തേക്ക് പോകാൻ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. പോകുന്ന വഴിയിൽ ഇങ്ങനെ മരങ്ങൾ രണ്ട് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അതപ്പം ദൂരേന്ന് കാണുമ്പോൾ ഇത് ഒരു ഗുഹ പോലെ തോന്നും കേട്ടോ. അടുത്ത് ചെല്ലുമ്പം രണ്ട് സൈഡിലാണ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ ആ എലിഫൻ്റ് റോക്ക് കാണാൻ പോകുന്ന ആ അടുത്ത സ്ഥലത്ത് എത്താറാകുമ്പോഴാണ് ഇങ്ങനെയുള്ളത്. നല്ലൊരു വ്യൂ കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പം ആ എലിഫൻ്റ് റോക്ക് എന്ന് പറയുന്നത് അത് തന്നെ ഉണ്ടായി വന്നതാണ്. ആനയുടെ തുമ്പിക്കൈയും ഇങ്ങനെ വെള്ളത്തിലേക്ക് മുട്ടി നിൽക്കുന്ന പോലെ ഉള്ളൊരു പാറയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ പാറ. ആന തുമ്പിക്കൈ കടലിലെ വെള്ളത്തിലേക്ക് ഇട്ട് നിൽക്കുന്ന പോലെയാണ് ഈ പാറ രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തന്നെ ഇവിടെ രൂപം കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അങ്ങോട്ട് ഇറങ്ങിപ്പോയ വഴിക്ക് നല്ല ചേറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നന്നായിട്ട് മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് നല്ല ചേറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണുപ്പുള്ളൊരു സമയം കൂടി ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലതാണ്, കാണാൻ നല്ല വ്യൂസൊക്കെയാണ്. പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ബോളാണ് കിട്ടിയിൽ ഇട്ടിട്ട് തിരിച്ചിട്ട് ഒത്തിരി അങ്ങോട്ട് പോകണ്ട. ഈ കാണുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഗ്യാസിലാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. ഇതുവഴിക്ക് അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇതവിടുത്തെ പണ്ടത്തെ ബോട്ടൊക്കെ കിടക്കുന്നതാണ്. ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ കാസിലിൻ്റെ ഫ്രണ്ടിലാണ് ഈ ബോൾ കളിക്കുന്നത്. പിള്ളേർ കുറച്ച് നേരം അവിടെ
ബോളൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ക്ലാസ്സിൽ ഒത്തിരി കാണാനൊന്നുമില്ല, ചെറിയൊരു ഒരു കെട്ടിടം, അതിൻ്റെ അകത്തേക്ക് കാര്യമായിട്ടൊന്നും ഇല്ല, എങ്കിലിങ്ങനെ ഒരു കെട്ടിടം അവിടെ ഇപ്പോഴും ഉണ്ട്. പിന്നെ അവിടുത്തെ വ്യൂസൊക്കെ കാണാൻ നല്ലതാണ് കേട്ടോ. കടലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു, തണുപ്പ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. തണുപ്പില്ലാത്തൊരു സമയത്ത് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതവിടെ പണ്ടുണ്ടായിരുന്നൊരു ചർച്ചാണ് കേട്ടോ. അതിപ്പോഴും ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സിമെട്രി ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോരണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പം നടക്കാൻ റെഡിയായിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകാൻ. ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പം കുറച്ച് മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് ചെയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണുപ്പുള്ള സമയമായതുകൊണ്ട് തണുപ്പും ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിള്ളേർക്ക് അത്ര വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാൻ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു. അവിടെ നിന്ന് നല്ലതായിരുന്നു കേട്ടോ കാണാൻ. His wife, George Catherine Elizabeth. His elder daughter born 31st October. Yes.